ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുമെന്ന് അറിയിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയാണ്. ആരാധനാ വർഷത്തിൻ്റെ 4-ാം ഞായറാഴ്ചയായി ഇന്ന് ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ചയായി നാം കൊണ്ടാടുന്നു. വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിയോസ് രക്ഷാസുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള ഭാഗമാണ് ഇന്ന് ഏവൻഗേലിയോൻ മേശയിൽ നാം വായിച്ചു കേട്ടത്. ഗബ്രിയേൽ മാലാഖ കന്യകയുടെ അടുക്കൽ വന്ന്, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുന്ന ഭാഗം നമുക്ക് മനസ്സിലാകും. സ്വാഭാവികമാണ്, എങ്കിലും അവൾ ഭ്രമിച്ച് ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. തുടർന്നുള്ള അവരുടെ സംഭാഷണത്തിൽ നാം മനസ്സിലാക്കേണ്ടത് 3 ഗുണങ്ങൾ ആണ് നാം കന്യകയായ മറിയാമിൽ കാണുന്നതായ ഈ 3 ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അവൾ നല്ല ഒരു ശ്രവണശക്തിയുടെ ഉടമയായിരുന്നു. ആര് എന്ത് പറഞ്ഞാലും അത് അവൾ ഗ്രഹിച്ചിരുന്നു, മനസ്സിൽ സംഗ്രഹിച്ചിരുന്നു. രണ്ടാമത്തത്, അവൾ നല്ല ഒരു നിരീക്ഷക ആയിരുന്നു. മൂന്നാമത്തത്, അവൾ പരിപൂർണമായി സമർപ്പണത്തോട് കൂടെ ജീവിച്ചവൾ ആയിരുന്നു. വിനയം അഥവാ താഴാഴ്മ ഉള്ളവളായിരുന്നു. കൃപ നിറഞ്ഞവൾ ആയിരുന്നു. സ്വർഗം ഭൂമിക്ക് നൽകുന്ന ഏറ്റവും നല്ല ഒരു സുവാർത്തയാണ് ഇന്നത്തെ ഈ വേദഭാഗം. വിജയം ഈ വചനത്തിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അധർമ്മത്തെ ജയിക്കുവാൻ പാപികളായ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥത യാചിക്കുന്നവനായി ഒരു മകൻ ജനിക്കുന്നതിനുള്ള സന്ദർഭമാണ് നാം ഇവിടെ കാണുന്നത്. അവൾ നല്ല ഒരു ശ്രവണശക്തിയുടെ ഉടമയായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. ദൂതൻ അവളോട്, മറിയാമേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൾ ശ്രദ്ധിച്ച് ആ കാര്യം കേട്ടു എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അവൾ ഒരു നല്ല നിരീക്ഷകയായിരുന്നു എന്നുള്ള അവളുടെ രണ്ടാമത്തെ പോയിൻ്റ്. അവൾ യാഥാർത്ഥ്യത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവൾ മാലാഖയോട് ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. അതിന് മാലാഖ പറയുന്ന മറുപടി, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും. അവൾ വിശ്വസിച്ചു. കാരണം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ മറിയാം ദൈവത്തെ തിരിച്ചറിഞ്ഞവൾ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ അസാധ്യമായത് ഒന്നുമില്ല എന്ന് അവൾ വിശ്വസിച്ചവളായിരുന്നു. നിർമ്മലയായ കന്യക ഉറച്ച വിശ്വാസം ഉള്ളവൾ ആയിരുന്നു. ആ വിശ്വാസം, ആ നിർമ്മലത അവളെ ദൈവമാതാവായിട്ട് തിരഞ്ഞെടുത്തു. മൂന്നാമത്തേത്, അവൾ പരിപൂർണ സമർപ്പണ ബോധമുള്ള ഒരു വ്യക്തി ആയിരുന്നതിനാൽ അവൾ മാലാഖയോട് പറയുന്നത് നമ്മെ ഓരോരുത്തരെയും അതിശയിപ്പിക്കുന്നതാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, എൻ്റെ വാക്കുപോലെ എനിക്ക് ഭാവിക്കട്ടെ എന്ന് അവൾ പറഞ്ഞു. അവളുടെ മറ്റ് ഗുണങ്ങൾ കൂടി നമുക്ക് ഈ അവസരത്തിൽ നിന്ന് നോക്കാം. സൗമ്യതയുള്ളവളായിരുന്നു. വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിയോസ് സുവിശേഷം 1-ാം അധ്യായം 28 മുതൽ 38 വരെയുള്ള ഭാഗം. ഭയഭക്തിയുള്ളവരായിരുന്നു. വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിയോസ് സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ളത് വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. യോജിപ്പ്, അനുരഞ്ജനം ഉള്ളവൾ ആയിരുന്നു. കാനാവിലെ കല്യാണത്തിന് അവളുടെ ദൗത്യം നമുക്ക് ഇവിടെ മനസ്സിലാകും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. സഹാനുഭൂതിയുള്ളവൾ ആയിരുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. അവൾ ദൈവത്തെ ആരാധിച്ചു ജീവിച്ചവളായിരുന്നു. അവളുടെ ചെറുപ്പകാലം വളരെ പരിശുദ്ധമായ രീതിയിൽ അവളുടെ മാതാപിതാക്കൾ വളർത്തിയിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൾ താഴാഴ്മയുള്ളവളായിരുന്നു. അവൾ ഒരിക്കലും അഹങ്കരിച്ചതായിട്ട് നമുക്ക് എങ്ങും ഒരു റെക്കോർഡും കിട്ടിയിട്ടില്ല. അവൾ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചവളായിരുന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിൽ സംഹരിച്ചു വയ്ക്കുന്നവളായിരുന്നു. അവൾ ദൈവത്തെ വഹിച്ചവളായിരുന്നു. അവൾ ദൈവത്തെ കണ്ടവൾ ആയിരുന്നു. അവൾ ദൈവത്തെ
ദൈവപ്രസവിത്രിയായിരുന്നു നമുക്ക് കന്യകമറിയാം ഒരു മാതൃയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അവളെ പോലെ താഴാഴ്മയോടുകൂടി അനുസരണമുള്ളവളായി ദൈവത്തെ എപ്പോഴും ആരാധിച്ചുകൊണ്ട് കൃപ നിറഞ്ഞവളായി മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. സ്വർഗരാജ്യത്തിൽ ഒരു അവകാശിയാകുവാനുള്ള അനുഗ്രഹം ലഭിക്കത്തക്കവണ്ണം ബാക്കി ജീവിതം ജീവിക്കുവാൻ നമുക്കും ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.